ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഈ കാണുന്നത് പോലത്തെ ഗോൾഡ് മുത്ത് നമ്മൾ ഒരുപാട് എല്ലാ ക്രാഫ്റ്റേഴ്സും ഒട്ടുമിക്ക എല്ലാ ഹെയർ ആക്സറീസൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഗിയർ വയറും ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഗിയർ വയറും ഇതേപോലത്തെ ഗോൾഡൻ ബീഡ്സാണ്. അപ്പോൾ ഞാൻ ഒരു 2-3 ഐറ്റം ഗോൾഡൻ ബീഡ്സിനെ പറ്റി ഞാൻ പറഞ്ഞു തരാം കേട്ടോ. കാരണം എനിക്കറിയാവുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞു തരാം. ഞാൻ മേടിച്ചിട്ട് നമുക്ക് പണി കിട്ടിയൊരു ഇതാണ്. കാരണം ഒരു കസ്റ്റമറിന് ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അവരുടെ നിന്ന് ബാഡ് ആണ് കേട്ടത്, ബാഡ് കമൻറ്റാണ് വന്നത്. അപ്പോൾ പിന്നെ അതെന്തുകൊണ്ടാണെന്ന് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്ത് പിന്നീട് നമ്മൾ മറ്റൊന്ന് ചെയ്ത് കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ വരും. കാരണം നമ്മൾ ഒരുപാട് ക്യാഷ് കൊടുത്തിട്ടാണ് ഓരോ സാധനങ്ങളും മേടിക്കുന്നതും അത് പിന്നീട് സെയിൽ ചെയ്യുന്നതൊക്കെ. പക്ഷെ നമുക്കതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്കറിയില്ല. അത് അവർ ഉപയോഗിക്കുമ്പോഴേ നമുക്കറിയാവുന്നതുള്ളൂ. ചിലപ്പോൾ നമ്മൾ സ്ഥിരം മേടിക്കുന്നിടത്തൊന്നും ആയിരിക്കില്ല എപ്പോഴും മേടിക്കുക. അപ്പോൾ നമ്മൾ മറ്റ് ഷോപ്പുകളിലേക്കും പോകുന്നതാണ്. അപ്പോൾ അതേപോലെ എല്ലാ ഷോപ്പിലും ഒരേപോലത്തെ ബീഡ്സ് ആവില്ല ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ അതേപോലെ ഞാൻ ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചാണ് ഈ ഒരു പാക്കറ്റിലുള്ളത്, ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചാണ് ഈ ഒരു ബോക്സിലുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു ഷോപ്പിൽ ബോക്സുകളിലായിട്ടാണ് ഇതേപോലെ 20 രൂപ അങ്ങനെ ആയിട്ടാണ് ഓരോ ബോക്സിനും ഇതേപോലെ വരുന്നത് കേട്ടോ. അതേപോലത്തെ ഈ ബോക്സിന് 20 രൂപയിലാണ് ഒരു ബോക്സിന്. അവർ അതിൽ ഓരോ ബീഡും ചെറുത് വലുത് അങ്ങനെ ആണുള്ളത്. അപ്പോൾ ഞാനതിലൊരു മൂന്ന് ഐറ്റത്തിലുള്ള ഒരു ബീഡ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. 3 ഐറ്റത്തിൽ വരുന്നത്. അപ്പോൾ അത് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ വീഡിയോസ്, ഒരു 2-3 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അതിന് ശേഷം മേടിച്ച ഗോൾഡൻ മുത്ത് വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത് കേട്ടോ. പക്ഷേ അതിൻ്റെ മുന്നത്തേത് ഞാൻ ആ പാക്കറ്റിലുള്ളത് കാണിച്ചില്ലേ, അത് വെച്ചിട്ടാണ് ഞാൻ ഈ ചെയ്തിട്ടുള്ളത്. ആ ഒരു ബോക്സിലുള്ളതിലത്തെ മുത്താണ് നമുക്ക് പണി കിട്ടിയ മുത്ത് കേട്ടോ. ഇതിപ്പോൾ അത് ഉണ്ടാക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഗോൾഡൻ മുത്തും പിന്നെ നമ്മുടെ ആ 2 സൈഡിൽ വരുന്ന ആ ഒരു ഡ്രോപ്പ് വീടുണ്ടല്ലോ, ഇതിൻ്റെ പോലത്തെ വാട്ടർ ഡ്രോപ്പ് പോലത്തെ, അപ്പോൾ അതും കൂടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. കാരണം രണ്ടിൻ്റെ കളറിന് ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. പക്ഷേ നല്ലൊരു കോമ്പിനേഷനാണ് ഇത് ചെയ്ത് വന്നപ്പോൾ. നല്ലൊരു കളറ്, നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഒരു ഹെവി അല്ല, എന്നാൽ ഒരു നൈസായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ചെയ്തിട്ടുള്ള 3 ഐറ്റമാണ് ഈ കാണുന്നത്. നിങ്ങൾ 3 ഐറ്റത്തിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ ഞാൻ. അപ്പോൾ 3 ഞാനിപ്പോൾ പുതിയതായിട്ടുള്ള ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്നത് ഈ ഒരു ഗോൾഡൻ മുത്ത് തന്നെ ആയിരുന്നു. അത് വെച്ച് ഞാൻ ഒരുപാട് സെയിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരൊന്നും ഇതേപോലെ കംപ്ലൈൻ്റ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് നമ്മൾ ഈ ഒരു ഗിയർ വയറിൽ വെച്ച് ഇങ്ങനെ പിരിച്ചുണ്ടാക്കുമ്പോൾ ചില മുത്തിൽ നിന്ന് നമുക്ക് കയ്യിൽ ഒട്ടാൻ സാധ്യതയുണ്ട്. അതായത് അതിൻ്റെ ഒരു കളറൊക്കെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പിരിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അതിൻ്റെ ആ ഒരു പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇളകി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കുറഞ്ഞ വിലക്ക് കാണുമ്പോൾ നമ്മളെന്താ കുറഞ്ഞ വിലല്ലേ എന്ന് കരുതി നമ്മൾ മേടിക്കരുത്. അതിലുപരി നമുക്ക് അതിൻ്റെ ആ ഒരു ഇതിൻ്റെ കളറ് കണ്ടോ, ഇതൊരു ലൈറ്റ് കളറാണ് ഈ ഒരു ബീഡ് വരുന്നത്. മറ്റ് പാക്കറ്റിലുള്ള ബീഡ് വരുന്നത് കുറച്ചൊരു ഡാർക്ക് ഉണ്ട്. അപ്പോൾ ആ ഒരു ഡാർക്ക് ഉള്ളതാണ് നമുക്കൊരു എനിക്ക് പേഴ്സണലായി തോന്നിയിട്ടുള്ള നല്ലൊരു കളറാണത്. അപ്പോൾ നിങ്ങളെല്ലാവരും മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നല്ല ബ്രൈറ്റായിട്ട് കാണുന്ന ഒരു കളർ ഉണ്ടാവുമല്ലോ ഗോൾഡൻ്റെ ബീഡ്, അത് നിങ്ങൾ ഒരിക്കലും മേടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നല്ല ബ്രൈറ്റായിട്ട് വരുന്ന കളർ, എനിക്ക് തോന്നുന്ന ഒരു കളർ അടിച്ച് കഴിഞ്ഞ് ആ ഒരു ബ്രൈറ്റ്നെസ് കാണിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ഉപയോഗിക്കുമ്പോൾ അതിൽ ഒരുപാട് എന്താ പറയുക, നമ്മുടെ കയ്യിലും പിന്നെ അത് പെട്ടെന്ന് ഇളകി പോരാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ പാക്കിലുള്ളത് കണ്ടോ, ഇതൊരു അത്ര ബ്രൈറ്റ് അല്ല, പക്ഷേ ക്യാമറൻ്റെ വെളിച്ചം കൊണ്ടായിരിക്കാം അത്ര ബ്രൈറ്റായിട്ട് തോന്നുന്നത്. ഈ ഒരു ബോക്സിലുള്ളതാണ് നല്ല ബ്രൈറ്റായിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലുള്ളതാണ് നല്ല ബ്രൈറ്റ്. അതിൻ്റെ പ്രൈസാണ് 20 രൂപ കേട്ടോ. അപ്പോൾ കയ്യിലുള്ളതും അതും കൂടെ ചെറിയൊരു വ്യത്യാസം കാണുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു ബോക്സിലുള്ളത് കുറച്ചൊരു ബ്രൈറ്റ്, നമ്മളെ കയ്യിലുള്ളത് ബ്രൈറ്റ് കുറവാണ് കേട്ടോ. ബ്രൈറ്റ് കുറവ് മീൻസ് എന്നാലും മുത്തിന് പ്രശ്നമൊന്നുമില്ല, നല്ലൊരു മുത്ത് തന്നെയാണ്. അതായത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കയ്യുമ്മലോ മുടിമലോ അങ്ങനെ ഒന്നും ആവാനുള്ള ഒരു ഇതുമില്ല കേട്ടോ.
നല്ലൊരു ഞാൻ ഒരുപാട് ചെയ്ത് കൊടുത്തിട്ടുള്ളൊരു മുത്ത് തന്നെയാണ്. ഈ മുത്ത് വെച്ച് ചെയ്തിട്ടുള്ളത് ഞാൻ. പിന്നെ നമ്മൾ പുതിയ കടയൊക്കെ ഷോപ്പൊക്കെ കാണുമ്പോൾ നമ്മൾ പോകുമല്ലോ മേടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോയി മേടിച്ചിട്ട് പണി കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ അവർക്ക് ഒരു 3 ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മൾ ഗോൾഡൻ്റെ മുത്ത് വെച്ചിട്ടാണ് അധികം ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതാ അപ്പോൾ നോക്കൂ, ഞാൻ ആ ബോക്സിൽ നിന്ന് എടുത്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ ബോക്സിൽ നിന്ന് എടുത്ത് നോക്കിയപ്പോൾ കാണുന്നില്ലേ, ചെറിയൊരു വ്യത്യാസം മനസ്സിലാവുന്നില്ല. പക്ഷെ പെട്ടെന്ന് നമുക്ക് ആ മനസ്സിലാവില്ല കേട്ടോ. കാരണം നമ്മൾ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഉപയോഗിച്ച് കസ്റ്റമർ നമുക്ക് തരുന്ന റിവ്യൂ പോലെ ഇരിക്കും നമ്മുടെ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഉണ്ടാക്കി നമ്മൾ ഉപയോഗിച്ചിട്ടല്ലല്ലോ അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവർ ഉപയോഗിച്ച് അതിനനുസരിച്ചിട്ട് അവർ പറയുമ്പോഴേ നമുക്ക് പിന്നീട് അതിൻ്റെ ഒരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ ഞാനത് ആ ഒരു മുത്തെടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉരത്തി നോക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ കൈമേൽ അപ്പോഴൊന്നും ആവില്ല. പിന്നീട് അത് ഉപയോഗിച്ച് ഒരു കുറച്ച് ടൈം കഴിയുമ്പോഴാണ് തോന്നുന്നത് അത് പോരുന്നത്. നമ്മളത് കമ്പിയിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ചെറിയൊരു ഫീലിങ്സ് ഉണ്ടാവും കേട്ടോ. ഞാൻ ഒറിജിനൽ മുത്താണത്. അവ 2 ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ മുത്തും ഒന്ന് മനസ്സിലാക്കുക കേട്ടോ എല്ലാവരും. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. കാരണം ഇതേപോലത്തെ മുത്തുകൾ നമ്മൾ ഒരുപാട് എല്ലാവരും ഓരോ ടിയാർ ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് ചെയ്ത സംഭവമാണ്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി സെയിൽ ചെയ്തതാണ്. ഒരുപാട് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു കസ്റ്റമറിന് ചെയ്ത് കൊടുത്തിട്ട് എനിക്ക് അവർ തന്ന റിവ്യൂ ആയിരുന്നു ഇത് കേട്ടോ. ഞാനിതാ ഈ ഒരു ഫ്ലവർ വെച്ചിട്ട് നല്ലൊരു അടിപൊളി 3 അവർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 3 മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ 3 ഞാൻ അതേപോലെ ചെയ്ത് കൊടുത്തിട്ട് കല്യാണത്തിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഫംഗ്ഷന് ഇടാൻ വേണ്ടിയിട്ടായിരുന്നു. ഗോൾഡൻ ആകുമ്പോൾ എല്ലാ ഡ്രസ്സിലേക്കും ഉപയോഗിക്കാതെ പറഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് ഞാൻ അന്ന് പെട്ടെന്ന് അവർക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ആ ഒരു ഷോപ്പിൽ പോയതാണ്. അപ്പോൾ അവിടെ തന്നെ മേടിച്ചാണ് കേട്ടോ ഈ ഒരു ഫ്ലവറും. ഈ ഒരു ഫ്ലവറിൻ്റെ ബാക്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഗിയർ വയറോ അല്ലെങ്കിൽ കമ്പിയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്കതിൻ്റെ ഉള്ളിലൂടെ ഈ ഗിയർ വയർ എടുത്തിട്ടാണ് ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ ഉള്ളതാണ് കേട്ടോ. ഞാനത് റെക്കോർഡ് ചെയ്തെടുത്താണ് കേട്ടോ. കാരണം കുറച്ച് റിസ്ക്കാണ്. ആ ഒരു ഫ്ലവറിൻ്റെ ഒരു ഇതളായിട്ടുള്ള ഫ്ലവറിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ഗിയർ വയറൊക്കെ എടുക്കാന്ന് വരുമ്പോൾ അതിങ്ങനെ അടർന്ന് പോരാനൊക്കെ സാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് റിസ്ക് എടുത്താണ് ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ അവരെന്നെ പറഞ്ഞതാണ് കേട്ടോ, കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അതിൻ്റെ കളറൊക്കെ പോയി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സങ്കടമായി. കാരണം നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ട് ഉണ്ടാക്കിയിരുന്ന ഒരു ടിയാറായിരുന്നു. അപ്പോൾ അവർ അങ്ങനെ പറഞ്ഞപ്പോൾ വല്ലാത്തൊരു സങ്കടമായിരുന്നു. അപ്പോൾ അവരോട് പറയുകയും ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞാൽ കുഴപ്പമില്ല, ഇനി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളോടും ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇനി ഇതേപോലെ ബീഡ്സൊക്കെ മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് മുത്തുകൾ തമ്മിലുള്ള വ്യത്യാസം ഒരിക്കലും മനസ്സിലാവില്ല. കടകളിൽ ഒരുപാട് ഐറ്റം മുത്തുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളത് കാണുമ്പോൾ മേടിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടമായി. കാരണം നമ്മൾ അത്ര എഫേർട്ട് എടുത്തുണ്ടാക്കിയിരുന്ന ഒരു ടിയാറായിരുന്നു അത്. അപ്പോൾ ഞാനിങ്ങനെ റിവ്യൂ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്കിനി പറ്റാതിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ചാനൽ ഒരുപാട് പേര് കാണുന്നുണ്ട്, പക്ഷെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനിയൊരു നല്ല വീഡിയോസിനായി എല്ലാവരും കാത്തിരിക്കുക. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.